എന്തുകൊണ്ടാണ് നമുക്ക് ഗുരുവായൂരപ്പന്റെ നാമം പറയുമ്പോഴോ ഭഗവാനെ കാണുമ്പോഴോ നമുക്ക് കരച്ചിൽ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് വിവശരാവണോ? ഈ പ്രേമസ്വരൂപനായിട്ട് നിൽക്കണ ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്റെ ആത്മാവ്. ഈ ഞാനും ആ ഭഗവാനായിട്ട് നിൽക്കുന്ന രൂപവും തമ്മിൽ വ്യത്യാസമില്ല എന്നറിയണ നിമിഷം പുറം ലോകവുമായിട്ടുള്ള ബന്ധത്തെ മനസ്സ് കുറച്ചു നേരത്തേക്കെങ്കിലും ഉപേക്ഷിക്കും. ആ സമയത്ത് നമ്മുടെ ഹൃദയം അങ്ങോട്ട് ഉരുകാൻ തുടങ്ങും. അപ്പോ ഞാൻ എന്റെ സർവസ്വമായിട്ടുള്ള ഭഗവാനെ, എന്റെ ഗുരുവായൂരപ്പനെ ഇത്രകാലം സേവിച്ചില്ലല്ലോ, എന്റെ സമയം ഞാൻ വൃഥാവിലാക്കി കളഞ്ഞല്ലോ എന്ന് ആത്മാവിന് തോന്നും അത്രേ. അതുകൊണ്ടാണ് അത്ര കരച്ചിൽ വരണത്. അതേസമയം ചില നേരങ്ങളിൽ ഭഗവാന്റെ ലീലാവിനോദങ്ങൾ നമ്മുടെ മനസ്സിൽ ആഹ്ലാദം അങ്ങോട്ട് നിറയ്ക്കുമ്പോൾ നമ്മൾ അകാരണമായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. ചിലപ്പോ പരിസരം മറന്ന് അത്യുച്ചത്തില് നാമസങ്കീർത്തനം ചെയ്യും, ലോകത്തെ മറന്ന് നൃത്തം വയ്ക്കും. വീണ്ടും പട്ടവാതിൽ പറഞ്ഞത് പുറത്തുള്ള ലോകത്തെ മറന്നിട്ട് ആനന്ദ നൃത്തം വെക്കണ അവസ്ഥയിലേക്ക് എത്തിക്കണേ ഗുരുവായൂരപ്പ. നെൽപ്പത്തൂര് പറഞ്ഞില്ലേ, അങ്ങനെ തന്നെ ആവട്ടെ പട്ടവാതിരെ നകത്തുനിന്ന് ഭഗവാൻ പറഞ്ഞില്ലേ. ആ അവസ്ഥ അന്വർത്ഥമാക്കിയത് കാശിത്തമ്പുരാനിലാണ്.